നമസ്കാരം, വെൽക്കം ബാക്ക്. എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 6ാമത്തെ പാഠഭാഗമായിട്ടുള്ള കടൽ തീരത്ത് എന്ന് പറഞ്ഞ ചെറുകഥയാണ് പഠിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ശ്രീ OV വിജയനാണ്. എക്സാം പോയിന്റിന്റെ ഗൈഡിനെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. വളരെ രസകരമായിട്ടുള്ള ഒരു പാഠഭാഗമാണ്. വളരെ നമുക്ക് ഒരുപാട് ചിന്തകൾ നൽകുന്ന, ഒരുപാട് കണ്ണുനീർ തുള്ളി നമുക്ക് സമ്മാനിക്കുന്ന ഒരു കഥ കൂടിയാണ് OV വിജയന്റെ കടൽ തീരത്ത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുക്കുക, നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആധുനിക മലയാള നോവൽ സാഹിത്യത്തിന് അടിത്തറ പാകിയ ഒരു എഴുത്തുകാരനായിരുന്നു ശ്രീ OV വിജയൻ. ഓട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. 1930 ജൂലൈ 2 അദ്ദേഹം ജനിച്ചത്. 1969 അദ്ദേഹം തന്റെ ആദ്യ നോവൽ എഴുതുകയുണ്ടായിരുന്നു, ഖസാക്കിന്റെ ഇതിഹാസം. കേവലം ഒരു നോവലിസ്റ്റ് മാത്രമായിരുന്നില്ല, മികച്ച ഒരു ചെറുകഥാകൃത്തും അതുപോലെ തന്നെ മികച്ച ഒരു കാർട്ടൂണിസ്റ്റ് കൂടിയായിരുന്നു ശ്രീ OV വിജയൻ. ഖസാക്കിന്റെ ഇതിഹാസം എല്ലാ രീതിയിലും മലയാള സാഹിത്യത്തിലെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയുണ്ടായിരുന്നു. അതുകൂടാതെ 9 ചെറുകഥാ സമാഹാരങ്ങൾ, 9 ഉപന്യാസ സമാഹാരങ്ങൾ, അതുപോലെ 6 നോവലുകൾ കൂടി അദ്ദേഹം എഴുതുകയുണ്ടായിരുന്നു. ഖസാക്കിന്റെ ഇതിഹാസത്തിന് മുൻപൊന്നും ശേഷമെന്നും മലയാള സാഹിത്യത്തെ മലയാള നോവൽ സാഹിത്യത്തെ നമുക്ക് തിരിക്കാനായിട്ട് കഴിയും. ധർമ്മപുരാണം, പ്രവാചകന്റെ വഴി, മധുരം ഗായതി, അതുപോലെ തന്നെ ഗുരുസാഗരം, ഇതെല്ലാം തന്നെ OV വിജയന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഒട്ടനവധി അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഗുരുസാഗരത്തിന് 1990 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും, അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൂടാതെ ആ വർഷം തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ധർമ്മപുരാണം എന്ന് പറഞ്ഞ കൃതിക്ക് വയലാർ അവാർഡും എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിക്കുകയുണ്ടായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹത്തിന്. 2001 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ആ വർഷം തന്നെ പത്മശ്രീ നൽകിയും രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 2003 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുകയുണ്ടായിരുന്നു. 2005 മാർച്ച് 30 ആ മനുഷ്യൻ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയത്. ചെറുകഥാകൃത്ത് എന്നുള്ള നിലയിൽ OV വിജയന് മലയാള സാഹിത്യത്തിൽ വളരെയധികം സവിശേഷ സ്ഥാനം നേടിക്കൊടുത്ത ഒരു കൃതിയാണ് കടൽ തീരത്ത്. പാടുതറ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് വെള്ളായപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം തൻ്റെ മകനായിട്ടുള്ള കണ്ടുണ്ണിയെ കാണാൻ ജയിലിലേക്ക് പോകുന്നതാണ് കഥാസന്ദർഭം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കാത്തുകിടക്കുന്ന ഒരു കഥാപാത്രമാണ് കണ്ടുണ്ണി എന്ന് പറഞ്ഞ കഥാപാത്രം. പോകുന്ന വഴിക്ക് പലരെയും അദ്ദേഹം കാണുന്നു. വെള്ളായപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ സവിശേഷത, അയാളുടെ മനസ്സിലുള്ള വിഹുലതകൾ, മകൻ നഷ്ടപ്പെടാൻ പോകുന്ന ഒരച്ഛന്റെ വേദന, ആ നാടിന്റെ വേദന എല്ലാം തന്നെ അവിടെ തെളിഞ്ഞു കാണാൻ കഴിയും. കൂടെ പൊതിച്ചോറും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. പോകുന്ന വഴിക്ക് കഴിക്കാനായിട്ട് പൊതിച്ചോറ് ഭാര്യ കൊണ്ടു കൊടുക്കുന്നതാണ്. കോടച്ചി എന്നാണ് ഭാര്യയുടെ പേര്. ആ പൊതിച്ചോറിനും ഇവിടെ സവിശേഷ സ്ഥാനമുണ്ട്. പാഠഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. കഥ വായിച്ചതിന് ശേഷം സാർ ആശയം പറയാം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ശ്രദ്ധിച്ചിരിക്കുക. മനുഷ്യ ജീവിതത്തിന്റെ സന്നിഗ്ധതകളെ മികച്ച രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു കഥയാണ് OV വിജയന്റെ കടൽ തീരത്ത്. വെള്ളായപ്പൻ, കോടച്ചി, അതുപോലെ തന്നെ കണ്ടുണ്ണി എന്നൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ പേരുകൾ. ഇവരുടെ ജീവിതത്തിലൂടെ ഒരു പിടി കണ്ണീർ സമ്മാനിക്കുകയാണ് ശ്രീ OV വിജയൻ. പാഠത്തിലേക്ക് നമുക്ക് കിടക്കാം. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ശ്രദ്ധിക്കുക. കടൽ തീരത്ത് എഴുതിയിരിക്കുന്നത് OV വിജയൻ. വെള്ളായപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്നും കൂട്ടനിലവിളി ഉയർന്നു. അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിലും അതിനും അപ്പുറത്ത് മുത്തുരാവുത്തന്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി, വിഷാദവാന്മാരായി. ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറയിലെ 50 ചില്ലുവാനം കുടിലത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. വെള്ളായപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. വെള്ളായപ്പന്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയടത്തിയും അതുപോലെ മുത്തുവണ്ണനും നാഗേലച്ഛനും കോമ്പിപ്പൂശാരിയും പിന്നെ പാഴുതറയിൽ ഉള്ളവരത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിനു വേണ്ടിയായിരുന്നു. ഈ വരികളിൽ നിന്ന് നമുക്ക് തെളിയുന്ന ഒരു കാര്യമുണ്ട്. പാഴുതറ എന്ന ഗ്രാമത്തിന് വല്ലാതെ സങ്കടം വന്നിരിക്കുന്നു. വെള്ളായപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം
ഇവിടെ പാഴുതറയിൽ നിന്ന് കണ്ണൂരിലേക്ക് എന്തോ ആവശ്യത്തിന് പോവുകയാണ്. പോകുന്ന സമയത്ത് വല്ലാത്ത സങ്കടമായിരുന്നു ആ വീടിന് ചുറ്റുമുണ്ടായിരുന്നത്. ആ വീട്ടിലെ കഥാപാത്രങ്ങൾക്കോ ആ വീട്ടിലെ അംഗങ്ങൾക്ക് മാത്രമല്ല, ആ നാടിന് മുഴുവൻ വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു. വെള്ളായപ്പന്റെ കൂടെ യാത്ര ചെയ്യണമെന്നും കണ്ണൂരിലേക്ക് പോകണമെന്നും എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനുള്ള പണം ആരുടെയും കയ്യിലില്ലായിരുന്നു. വെള്ളായപ്പന്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയേടത്തെയും അതുപോലെ തന്നെ നാഗേലച്ചനും കോമ്പിപ്പൂശാരിയും എല്ലാം തന്നെ പോയി കഴിയുമായിരുന്നു. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിനു വേണ്ടിയായിരുന്നു. അതെന്താണ് കാര്യമെന്ന് പിന്നീടുള്ള വരികളിൽ എഴുത്തുകാരൻ വിശദമാക്കുന്നുണ്ട്. വെള്ളായപ്പൻ കുടിയിരുപ്പുകൾ വിട്ട് നെടുവരമ്പത്തൂടെ പാടം മുറിച്ചു നടന്നു. പിന്നിൽ നിലവിളി അകന്നു ശമിച്ചു. ഇപ്പോൾ നെടുവരമ്പ് വിട്ട് വെള്ളായപ്പൻ പറമ്പിലേക്ക് കയറി. പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു. ഇതിലെ വെള്ളായപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ മകനാണ് കണ്ടുണ്ണി. കണ്ടുണ്ണി ഇന്ന് വധശിക്ഷയ്ക്ക് വിധേയനായി കിടക്കുകയാണ്. നാളെ അയാളുടെ വധശിക്ഷയാണ്. തൂക്കിലേറുന്നതിന് മുമ്പായിട്ട് തൻ്റെ മകനെ ഒരു നോക്ക് കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ് ആ മനുഷ്യൻ കണ്ണൂരിലേക്ക് യാത്രയാകുന്നത്. പാഴുതറ എന്ന ഗ്രാമത്തിനു വേണ്ടി എന്തോ ഒരു നല്ല കാര്യം ചെയ്തിട്ടാണ് അവൻ ഈ വധശിക്ഷ കാത്തുകിടക്കുന്നത്. എന്താണെന്ന് കൃത്യമായി പറയുന്നില്ലെങ്കിലും നന്മയുള്ള ഒരു മനുഷ്യനാണ് കണ്ടുണ്ണി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാം. വാർദ്ധക്യം ഏറെ ബാധിച്ച ഒരു മനുഷ്യനാണ് വെള്ളായപ്പൻ. വാർദ്ധക്യകാലത്ത് തൻ്റെ മകന്റെ കുടക്കീഴിൽ ജീവിക്കണമെന്ന് ആ മനുഷ്യൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇന്ന് ആ മനുഷ്യൻ മകന്റെ ശവമെടുക്കാനായിട്ടാണ് പോകുന്നത്. പോകുന്ന വഴി അദ്ദേഹം ഇങ്ങനെ പയ്യെ നാട്ടുപരമ്പത്തുകൂടെ ഓരോ ചിന്തകളുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ആ ചിന്തകളിലെല്ലാം തന്നെ മനുഷ്യന്റെ മകന്റെ മുഖമായിരുന്നു ഉണ്ടായിരുന്നത്. ദൈവങ്ങളെ, തമ്പുരാക്കന്മാരെ വെള്ളായപ്പൻ വിളിച്ചു. ഉള്ളു പൊട്ടിയാണ് വിളിക്കുന്നത്. ദൈവങ്ങളെ, തമ്പുരാക്കന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവികരെയും ദൈവങ്ങളെയും വല്ലാത്ത വേദനയോടുകൂടി ആ മനുഷ്യൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ചങ്ക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നാളെ എന്നുള്ള ദിവസം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസമായി മാറാൻ പോവുകയാണ്. ചവിട്ടടിപ്പാതയ്ക്ക് ഇരുവശവും നിന്ന് കരിമ്പനകളിൽ കാറ്റുപിടിച്ചു. പട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളായപ്പന് അന്ന് ആദ്യമായി അപരിചിതമായി തോന്നി. OV വിജയന്റെ കൃതികളിലെല്ലാം തന്നെ കരിമ്പന പട്ടകൾക്ക് സവിശേഷ സ്ഥാനമാണുള്ളത്. ഇവിടെ വെള്ളായപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഈ കരിമ്പന പട്ടകളുള്ള വഴിയിലൂടെ ഒരുപാട് തവണ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അയാൾക്ക് ആ വഴി അപരിചിതമായിട്ട് തോന്നി. അയാൾ ഇന്ന് മറ്റേതോ ലോകത്താണ്. കാരണം അയാളുടെ മകൻ മരണവും കാത്തു കിടക്കുകയാണ്. പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെ, പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ. ഊട്ടുദൈവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പൂർവികർ, മരിച്ചു പോയവരുടെയും കാർന്നവന്മാരുടെയൊക്കെ സംസാരം, ആരുടെയൊക്കെയോ മരണം അടുത്തു വരുന്നു എന്നുള്ള ഒരു ദൃഷ്ടാന്തം നമുക്ക് അവിടെ കാണാൻ കഴിയും. തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിന്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി തൻ്റെ കോടച്ചി ഈ ചോറ് പൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. കണ്ണീരിന്റെ ഓതം തോർത്തിന്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു. വെള്ളായപ്പന്റെ ഭാര്യയാണ് കോടച്ചി. കോടച്ചി പോകുന്ന വഴിക്ക് വെള്ളായപ്പന് കഴിക്കാനായിട്ട് അല്പം പൊതിച്ചോറ് നൽകിയിട്ടുണ്ട്. അതിലെ ഓതം, ആ നനവ് പയ്യെ പടർന്നു പിടിക്കുന്നു. തീവണ്ടി ആപ്പീസിലെത്താൻ ഇനിയും 4 കല്ല് നടക്കണം. കുറെ കൂടി നടക്കാനുണ്ട്. കുറച്ച് നടന്നപ്പോൾ കുട്ടിയസൻ മാപ്പിള എതിരെ വരുന്നു. കുട്ടിയസൻ മാപ്പിള ആദരവോടെ വഴി മാറി നിന്നു. വെള്ളായിയെ, മാപ്പിള പറഞ്ഞു. മരക്കാരെ, വെള്ളായപ്പൻ പ്രതിവചിച്ചു. അത്രമാത്രം 2 വാക്കുകൾ, പേരുകൾ. എന്നാൽ ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായിട്ടുള്ള സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളായപ്പനും കുട്ടിയസൻ മാപ്പിളയും അറിഞ്ഞു. പോകുന്ന വഴിയിലാണ് കുട്ടിയസൻ മാപ്പിളയും വെള്ളായപ്പനും കണ്ടുമുട്ടുന്നത്. 2 പേരും പേരുകൾ മാത്രമാണ് വിളിക്കുന്നത്. കൂടുതൽ സംസാരമൊന്നുമില്ല. കൃത്യമായിട്ട് വെള്ളായപ്പന്റെ മനസ്സിലാക്കാനായിട്ട് ആ മരക്കാർക്ക് കഴിയുന്നുണ്ട്. ആ കുട്ടിയസൻ മാപ്പിളയ്ക്ക് കഴിയുന്നുണ്ട്. ആ വാക്കുകളിൽ എല്ലാം തന്നെ തെളിഞ്ഞിരിക്കുന്നു. 2 പേരുടെയും വേദന ആ ഗ്രാമത്തിൻ്റെത് കൂടിയായിരുന്നു. മരക്കാരെ, നിങ്ങൾക്ക് ഞാൻ 15 റുപ്പിക കടം വീട്ടാനുണ്ട്. അല്ല, 15 റുപ്പികയും 4 അണയും. വെള്ളായി, ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത്. മരക്കാരെ, ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല. വീടാത്ത കടങ്ങൾ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എൻ്റെ ഉള്ളു പൊട്ടുന്നു, എൻ്റെ പ്രാണൻ പറയുന്നു. പടച്ചവൻ തുണയ്ക്കട്ടെ, മുത്തുനബി തുണയ്ക്കട്ടെ, നിന്റെയും എൻ്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ.
പോകുന്ന വഴിയിൽ മരക്കാരോട് പറയുന്നുണ്ട്, കുട്ടിസൻ മാപ്പിളോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് പണം തരാനുണ്ട്, 15 റുപ്പികയും അതുപോലെ തന്നെ 4 അണയും. അതിന് മറുപടിയായിട്ട് ആ വിശാലമായിട്ടുള്ള മനസ്സിനുടമയായിട്ടുള്ള കുട്ടിസൻ മാപ്പിള പറയുന്ന കാര്യങ്ങളാണ്, വീടാത്ത കടങ്ങൾ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പലപ്പോഴും നമ്മൾ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സഹായത്തിന്റെ വ്യാപ്തി എന്തോരുമാണ് എന്നുള്ളത് കൂടി പറയുന്നു. അതുമാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ ഗ്രാമത്തിനു വേണ്ടിയാണ് ഇയാളുടെ മകൻ ഇങ്ങനെ ഒരു ദുർഗതിയിൽ എത്തിയിരിക്കുന്നത്, അതിനോടുള്ള ഒരു നന്ദി കൂടിയും ആ മനുഷ്യന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. എൻ്റെ ഉള്ളു വല്ലാതെ പറയുകയാണ്, പ്രാണൻ പോവുകയാണെന്ന് വെള്ളായപ്പൻ പറയുകയാണ്. വെള്ളായപ്പന് ആശംസ നേർന്നുകൊണ്ട്, അല്ലെങ്കിൽ പടച്ചവൻ തുണക്കട്ടെ എന്ന് പറഞ്ഞ് ആശിസ്സുകൾ നൽകിക്കൊണ്ടാണ് ഇയാൾ പറഞ്ഞു വിടുന്നത്. പക്ഷേ എന്ത് ആശംസയാണെങ്കിലും അനുഗ്രഹമാണെങ്കിലും ഒരിക്കലും അത് സാധ്യമാകുന്നതല്ല, സത്യമാവില്ല. കാരണം അത്രയും വേദന നേടുന്ന ഒരവസ്ഥയിലേക്കാണ് വെള്ളായപ്പൻ നടന്നു നീങ്ങുന്നത്. കരിമ്പന പട്ടുകളിലെ കാറ്റ് ദൈവസാന്ദ്രമായി. കുട്ടിയസൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായപ്പൻ യാത്ര തുടർന്നു. ഇനിയും 4 കല്ല് നടക്കണം, ഒരുപാട് ദൂരം ഇനിയും നടക്കാനുണ്ട്. പോകുന്ന വഴിയിൽ പലരെയും അയാൾ കാണുന്നുണ്ട്. ആദ്യം കുട്ടിസൻ മാപ്പിളയെ, പിന്നീട് വഴിയിൽ പിന്നെയും ഒരു അഭിമുഖം, നീലി മണ്ണാത്തി. രണ്ടാമത് കാണുന്നത് നീലി മണ്ണാത്തിയാണ്. അലക്കിയ തുണികളുടെ കെട്ട് ചുമലിൽ ഞാത്തി എതിരെ വന്ന നീലി വഴി മാറി നിന്നു. മണ്ണാത്തി എന്ന് പറഞ്ഞ അലക്കുകാരിയാണ്, നീലി എന്നാണ് ആ കുട്ടിയുടെ പേര്. അവർ പോകുന്ന സമയത്ത് ഇങ്ങനെ എതിരെ വന്ന നീലി വഴി മാറി നിൽക്കുകയാണ്. എല്ലാവർക്കും വെള്ളായപ്പനോട് തികഞ്ഞ സ്നേഹവും ബഹുമാനവും അതോടൊപ്പം തന്നെ അയാളുടെ ദുർഗതിയിൽ വല്ലാത്ത വേദനയും ഉണ്ടായിരുന്നു. വെള്ളായച്ചോ, അവൾ പറഞ്ഞു, അത്രമാത്രം. നീലിയെ വെള്ളായപ്പൻ പറഞ്ഞു, അത്രമാത്രം. 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയ്ക്ക് സാന്ത്വനത്തിന്റെ നിറവ് വെള്ളായപ്പന് നടന്നു. സാന്ത്വനത്തിന്റെ നിറവാണ് ആ വാക്കുകളിൽ കാണാൻ കഴിഞ്ഞത്. കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. വെള്ളായപ്പൻ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, അദ്ദേഹത്തിന്റെ മനസ്സെന്താണെന്ന് നീലി മണ്ണാത്തിക്കറിയാം. അതുപോലെ തന്നെ കൂടുതൽ സംസാരിക്കാനും വെള്ളായപ്പന് കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം പിന്നെയും നടക്കുകയാണ്. ചവിട്ടടിപ്പാത വെട്ടുവഴിയിൽ ചേർന്നു. ഓരോ മാറ്റമാണ് ഈ പറയുന്നത്. ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കുള്ള പയ്യൊരു കാൽവയ്പ്. വെള്ളായപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു. വെട്ടുവഴി പുഴയിലേക്ക് ഇറങ്ങി. പുഴ കടന്നു മേടു കയറിയാൽ പിന്നെ തീവണ്ടി ആപ്പീസിലേക്കുള്ള വഴിയാണ്. എങ്ങോട്ടേക്കാണ് യാത്ര തിരിക്കുന്നത്? തീവണ്ടി ആപ്പീസിലേക്കാണ്. ഒരുപാട് ദൂരെയാണ് പാഴുതറ എന്ന് പറയുന്നത്. പാഴുതറയിൽ നിന്ന് കണ്ണൂരിലേക്ക് ട്രെയിനിലാണോ യാത്ര ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ തീവണ്ടി ആപ്പീസ് ലക്ഷ്യമാക്കിയിട്ട് വെള്ളായപ്പൻ നടന്നു നീങ്ങുകയാണ്. പുഴ മണലിൽ നിന്ന് വെള്ളായപ്പൻ പുഴ വെള്ളത്തിലേക്ക് ഇറങ്ങി. കാൽവെണ്ടയെ തഴുകിക്കൊണ്ട് പരൽ മീനുകളെ പേറിക്കൊണ്ട് പുഴ ഒഴുകി. പുഴയുടെ നടുക്കെത്തിയപ്പോൾ കുളിയുടെ അനുഭവം വെള്ളായപ്പനെ തളർത്തി. അപ്പന്റെ ശവത്തെ കുളിപ്പിച്ചത്, മകനെ അവന്റെ കുട്ടിക്കാലത്ത് കുളത്തിൽ കുളിപ്പിച്ചത്, ഇളം ചൂടുള്ള വെള്ളം, അതൊക്കെയും ഓർമ്മിപ്പിച്ചു. പുഴ കടന്ന് അപ്പുറത്തെ മേട് കയറുവോളം വെള്ളായപ്പൻ കരഞ്ഞു. പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കുളിയുടെ അനുഭവത്തെ പറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. 2 കാര്യങ്ങളാണ് പുഴ കടന്ന സമയത്ത് പുഴയുടെ നടുക്കെത്തിയപ്പോൾ അദ്ദേഹം ചിന്തിച്ചത്. ആദ്യത്തെ കാര്യം, അപ്പന്റെ ശവത്തെ കുളിപ്പിച്ചത്. ആ പുഴയിൽ വെച്ചാണ് തൻ്റെ അപ്പന്റെ ശവത്തെ ആദ്യമായിട്ട്, അല്ലെങ്കിൽ മരിച്ച സമയത്ത് കുളിപ്പിച്ചത്. അതുപോലെ തന്നെ തൻ്റെ മകനെ പലപ്പോഴും കുട്ടിക്കാലത്ത്, ബാല്യകാലത്ത് അവിടെ കൊണ്ടുപോയി കുളിപ്പിക്കാറുണ്ട്. ഇന്ന് ആ കുട്ടിയും ശവത്തിന്റെ അടുത്തിലേക്ക് എത്താനായിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. പുഴ കടന്ന് അപ്പുറത്തെ മേട് കയറുവോളം ആ മനുഷ്യൻ കരയുകയായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. ജീവിതത്തിലെ വാർദ്ധക്യം ഇത്രയുമായി ജീവിതത്തിന്റെ അറ്റം എത്തിയിരിക്കുന്നു. ആ സമയത്താണ് ഇത്രയും ഒരു വേദന അദ്ദേഹത്തിന് ലഭിക്കുന്നത്. തീവണ്ടി ആപ്പീസിലെത്തിയ വെള്ളായപ്പൻ ചീട്ട് വാങ്ങുന്നിടത്ത് വരിയിൽ നിന്ന് ഉടുമുണ്ടിന്റെ കോന്തലഴിച്ച് പണം പുറത്തെടുത്തു. അങ്ങനെ അദ്ദേഹം പയ്യെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും പിന്നീട് ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂ നിൽക്കുകയും ചെയ്യുകയാണ്. പാഠപുസ്തകത്തിൽ ശ്രദ്ധിക്കുക. ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. കണ്ണൂര് വെള്ളായപ്പൻ പറഞ്ഞു, ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനാലയിലൂടെ പുറത്തേക്കിട്ടപ്പോൾ യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയതുപോലെ വെള്ളായപ്പന് തോന്നി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയതായിട്ട് വെള്ളായപ്പന് അനുഭവപ്പെട്ടത് എപ്പോൾ? റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്താണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായത്. ചീട്ടിനെ മുണ്ടിന്റെ കോന്താലയിൽ കെട്ടി വെള്ളായപ്പൻ പടവ് കയറി പ്ലാറ്റ്ഫോറത്തിലെത്തി ബെഞ്ചിൽ വണ്ടിക്കായി കാത്തിരുന്നു. അകലെ സൂര്യൻ താഴുന്നു. ഇരുണ്ടു തുടങ്ങുന്ന കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്നു കൂടുപറ്റുന്നു. മുണ്ടക പാടത്തിന്റെ വരമ്പത്ത് തന്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിന്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളായപ്പൻ ഓർത്തു. സായാഹ്നത്തിലേക്ക് കടക്കുകയാണ്.
രാത്രി ആകാനായിട്ട് തുടങ്ങുന്നു. ആ സമയത്ത് ആകാശത്ത് ഇങ്ങനെ പക്ഷികൾ പറക്കുന്ന കാഴ്ച കണ്ടപ്പോൾ മകൻ തൻ്റെ ചെറിയ വിരലിൽ പിടിച്ചുകൊണ്ട് ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്നത് അദ്ദേഹം ഓർക്കുകയാണ്. അസ്തമയത്തിലൂടെ പാടത്തേക്ക് ഇറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ ഓർത്തു. ആ സമയത്ത് വീണ്ടും അപ്പനെ ഒന്നുകൂടി അദ്ദേഹം ഓർക്കുകയാണ്. അസ്തമയത്തിലൂടെ പാടത്തേക്ക് ഇറങ്ങി നടക്കുന്ന അങ്ങനെ ഒരു ശീലമുണ്ടായിരുന്ന തൻ്റെ അപ്പനെ 2 വട്ടമാണ് ഈ കഥാപാത്രങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് ഓർക്കുന്നത്. ഒന്ന് പുഴയുടെ നടുക്കെത്തിയ സമയത്ത്, അതുപോലെ തന്നെ ആ അസ്തമയ സൂര്യനെ കണ്ട സമയത്തും. 2 ചിത്രങ്ങൾ, അവയ്ക്കിടയിൽ 2 പേരുകൾക്കിടയിൽ എന്ന പോലെ, 2 വാക്കുകൾക്കിടയിൽ എന്ന പോലെ എന്തിൻ്റെയൊക്കെയോ നിറവ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. 2 ചിത്രങ്ങൾ, 2 ദൃശ്യങ്ങളാണ്. ഒന്ന് അസ്തമയ സൂര്യൻ്റെ ആ ഒരു സമയത്ത് പക്ഷികൾ പറക്കുന്നതും, അതുപോലെ തന്നെ പുഴയുടെ ആ രംഗങ്ങളും. ആ സമയത്തെല്ലാം തന്നെ പഴയ ഓർമ്മകളിലേക്ക് പയ്യെ പയ്യെ ആ മനുഷ്യൻ്റെ മനസ്സ് സഞ്ചരിക്കുകയാണ്. തൻ്റെ അപ്പനെയും മകനെയും ആ മനുഷ്യൻ ഓർത്തിരിക്കുന്നു. ബെഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്ത് വന്ന് ഇരിപ്പുറപ്പിച്ച് ഒരു കാരണവർ ചോദിച്ചു, കോയമ്പത്തൂർക്കോ? കണ്ണൂർക്ക്? വെള്ളായപ്പൻ പറഞ്ഞു, ഞാൻ കോയമ്പത്തൂർക്കാണ്. ഓ, കണ്ണൂർ വണ്ടി 10 മണിയാകും. ഓ, കണ്ണൂർ എന്താ പണി? വിജയിച്ചൊന്നുമില്ല, വെറുതെ പോകുകയാണ്. ആ വാക്കുകൾ ശ്രദ്ധിച്ചോ? അതായത് നാടൻ പ്രയോഗമാണ്. ആ നാട്ടുകാരുടെ ഒരു സംഭാഷണ ശൈലിയാണ് അവിടെ വരുന്നത്. അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പന്റെ കഴുത്തിൽ ചുറ്റിമുറുകി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണിത്. അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. കാരണം തൻ്റെ മകന് കഴുത്തിൽ കൊലക്കയർ വീഴാനായിട്ട് തുടങ്ങുകയാണ്. ഓരോ ആളുകളോട് തൻ്റെ മകൻ്റെ വിശേഷങ്ങളോ അല്ലെങ്കിൽ നാട്ടുവർത്താനമോ വീട്ടുവർത്താനമോ പറയാൻ ഒരിക്കലും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും തൻ്റെ മകനെ കാണണം അവസാനമായിട്ട് എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. അല്ലാതെ വഴിയിലൂടെ പോകുന്നവരോടൊന്നും തന്നെ സംസാരിക്കാൻ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അവിടെ നീലിമണ്ണാത്തി വന്നപ്പോഴും കുട്ടിയസൻ മാപ്പിള വന്നപ്പോൾ പോലും അധികം സംസാരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അത്രത്തോളം അടുപ്പം അവരോടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുള്ള സമയത്താണ് അപരിചിതരുടെ സംഭാഷണം ശരിക്കും അദ്ദേഹത്തിന് കൊലക്കയറായിട്ട് അനുഭവപ്പെട്ടത്. പാഴുതറയുടെ നെടുവരമ്പ് കടന്നാൽ ലോകം മുഴുവൻ അപരിചിതമാണ്. അദ്ദേഹത്തിന് ആകെ ലോകം എന്ന് പറയുന്നത് പാഴുതറ മാത്രമാണ്. മറ്റൊരു സ്ഥലങ്ങളിലേക്കും അദ്ദേഹം അധികം സഞ്ചരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ലോകം പാഴുതറ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ ലോകവും അദ്ദേഹത്തിന് അപരിചിതമാണ്. അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി. അവിടെയുള്ള അപരിചിതരുടെ സംഭാഷണങ്ങളെല്ലാം തന്നെ കൊലക്കയറായിട്ട് അദ്ദേഹത്തിന് വീണ്ടും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വരികയാൽ ബെഞ്ചിൽ സമീപത്തിരുന്ന കാരണവർ എഴുന്നേറ്റുപോയി. വെള്ളായപ്പൻ തനിച്ചായി ചോറ് പൊതി അഴിക്കാൻ തോന്നിയില്ല. തുവർത്തിലൂടെ പുറത്തേക്ക് കുതിർന്ന അതിൻ്റെ നനവിൽ കൈവച്ചുകൊണ്ട് വെള്ളായപ്പൻ ഇരുന്നു. അങ്ങനെ ഇരുന്ന് ഉറങ്ങി. ഉറക്കത്തിൽ കിനാവ് കണ്ടു. കിനാവിൽ വെള്ളായപ്പൻ പറഞ്ഞു, കണ്ടുണ്ണിയെ മകനെ. അദ്ദേഹത്തോടൊപ്പം ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കഥയിൽ സവിശേഷ സ്ഥാനം വഹിക്കുന്ന ഒരു കഥാപാത്രം എന്ന് തന്നെ നമുക്ക് പറയാം. പൊതിച്ചോറ് സമയം കഴിയുന്തോറും ഇങ്ങനെ നനഞ്ഞൊട്ടി വരികയാണ്. അത് കഴിക്കാനായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. ഭാര്യ കൊടുത്തു വിട്ടതാണ് പോകുന്ന വഴിക്ക് ക്ഷീണം അകറ്റാനായിട്ട്. പക്ഷേ അത് കഴിക്കാനുള്ള ഒരു മനസ്സ് ആ മനുഷ്യനുണ്ടായിരുന്നില്ല. അങ്ങനെ ആ പയ്യെ ആ ക്ഷീണത്തിൽ അദ്ദേഹം ഉറങ്ങിപ്പോകുന്ന സമയത്ത് സ്വപ്നം കാണുകയാണ് തൻ്റെ മകനെ. അറിയാതെ അയാൾ വിളിച്ചുപോയി, കണ്ടുണ്ണിയെ മകനെ. തീവണ്ടിയുടെ ചീറ്റലും നടുക്കവും വെള്ളായപ്പനെ ഉണർത്തി. വെള്ളായപ്പൻ തപ്പിത്തടഞ്ഞെഴുന്നേറ്റു. മുണ്ടിന്റെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെയുണ്ടോ എന്ന് നിജം വരുത്തി, ഉറപ്പുവരുത്തി. പതുക്കെ വണ്ടിയിലേക്ക് നടന്നു. ഒഴിവ് കണ്ടെടുത്ത് കയറാൻ തുടങ്ങി. വലിയ പരിചയമൊന്നുമില്ല ട്രെയിനിൽ കയറിയിട്ട്. അങ്ങനെ ട്രെയിൻ വരുന്ന ഒച്ച കേട്ടിട്ട് ഈ മനുഷ്യൻ കോന്താലയിൽ ഇങ്ങനെ ടിക്കറ്റ് എല്ലാം തപ്പി നോക്കിയിട്ട് കയറുകയാണ്. ഇത് 1-ാം ക്ലാസ്സാണ് കാർന്നവരെ. തന്നെ അപ്പുറത്തെ പെട്ടിയിൽ റിസർവ്ഡ് ആണ്. തന്നെ അപ്പുറത്ത് നോക്കിക്കോളൂ കാർന്നവരെ. അപരിചിതരുടെ സ്വരങ്ങൾ. ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്, ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് അവിടെ കയറാൻ കഴിയൂ എന്നാണ് അപരിചിതർ പറഞ്ഞത്. ഒരിക്കലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. കാരണം അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. ഒടുവിൽ ഒരു പെട്ടിയിൽ കയറിക്കൂടി, ഒരു ബോഗിയിൽ കയറിക്കൂടി. ഇരിക്കാനിടമില്ല, പിടിച്ചു നിൽക്കാം, ഞാൻ നിന്നുകൊള്ളാം, എനിക്ക് ഉറങ്ങേണ്ട, ഈ രാത്രിയിൽ എൻ്റെ മകൻ ഉറക്കമിളയ്ക്കുന്നു. ആ മനുഷ്യൻ്റെ മനസ്സ് ഓർക്കുക, എനിക്ക് ഇരിക്കണമെന്നില്ല, എനിക്ക് ഭക്ഷണം കഴിക്കണമെന്നില്ല. കാരണം എൻ്റെ മകൻ ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇന്ന് അവൻ്റെ അവസാനത്തെ രാത്രിയാണ്. അതും കാതോർത്തുകൊണ്ടാണ് അവൻ ഇരിക്കുന്നത്. ആ സമയത്ത് അവൻ്റെ അച്ഛനായിട്ടുള്ള ഞാൻ എങ്ങനെ ഉറങ്ങുമെന്ന് ആ മനുഷ്യൻ ചിന്തിക്കുന്നു. തീവണ്ടിയുടെ താളം നിലം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ താളഭേദം, വഴിവിളക്കുകൾ, പുഴമണൽ തിട്ടുകൾ, മരങ്ങൾ,
വളരെ മുമ്പൊരിക്കലാണ് തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളത്. പകലിന്റെ വെളിച്ചത്തിൽ. ഇത് രാത്രി വണ്ടിയാണ്. മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ചുവരുള്ള ഒരു തുരങ്കത്തിലൂടെ അത് പായുന്നു. പയ്യെ പയ്യെ പല അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ആ തീവണ്ടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരെത്തിയപ്പോൾ നേരം പുലർന്നിട്ടില്ല. അപ്പോഴും കെട്ടഴിക്കാതെ പൊതിച്ചോറ് കയ്യിലിരുന്നു. ഗേറ്റിൽ ചീട്ടു തിരിച്ചു കൊടുത്തുകൊണ്ട് വെള്ളായപ്പൻ പുറത്തു കടന്നു. ആകാശത്തിന്റെ ഇരുട്ടിൽ അകലെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന. അങ്ങനെ ആ മനുഷ്യൻ പ്രഭാതമായപ്പോഴേക്കും വെളുപ്പിനായപ്പോഴേക്കും കണ്ണൂർ എത്തിച്ചേരുകയാണ്. തീവണ്ടി ആപ്പീസിന്റെ മുറ്റത്ത് കൂട്ടം തട്ടി നിന്ന കുതിരവണ്ടിക്കാരൻ വണ്ടി വേണോ എന്ന് വെള്ളായപ്പനോട് ചോദിച്ചില്ല. വെള്ളായപ്പൻ ചോദിച്ചു, ജയിലിലേക്ക് ഏതിയാണ് വഴി? വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി എന്നർത്ഥം. തീവണ്ടി ആപ്പീസിന്റെ അവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, ഇറങ്ങുന്ന സമയത്ത് കുതിരവണ്ടിക്കാരൻ ആ മനുഷ്യനോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല. സാധാരണ ഒരാൾ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ വണ്ടിക്കാർ ചുറ്റും കൂടുന്നതാണ് ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ ആ മനുഷ്യരെ കണ്ടാലറിയാം അയാൾ നിസ്സഹായനാണ്, ദരിദ്രനാണ്, അയാളുടെ കയ്യിൽ ഒന്നും ഉണ്ടാകില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് കുതിരവണ്ടിക്കാരൻ മൈൻഡ് ചെയ്യാതെ പോകുന്നത്. വെള്ളായപ്പൻ ചോദിച്ചു, ജയിലിലേക്ക് ഏതിയാണ് വഴി? ജയിലിലേക്ക് ഏതിലൂടെയാണ് പോകേണ്ടത്? ആരോ ചിരിച്ചു. ഇതാ ഒരു കിഴവൻ നേരം പുലരുന്നതിന് മുമ്പ് ജയിലിലേക്കുള്ള വഴി തേടുന്നു. വീണ്ടും ആരോ ചിരിച്ചു. കാരണവരെ കട്ടാൽ മതി, ജയിലിലെത്തിച്ചേരാം. അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിന് ചുറ്റും പിരിഞ്ഞു മുറുകി. വെള്ളായപ്പന് ശ്വാസം മുട്ടി. അവസാനം ആരോ വഴി പറഞ്ഞു കൊടുത്തു. വെള്ളായപ്പൻ നടന്നു. അതായത് ഈ ഒരു ഭാഗത്തിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രാമത്തിലുള്ളവർ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്ന വെള്ളായപ്പനോട്? വളരെയധികം ബഹുമാനത്തോടു കൂടി, സ്നേഹത്തോടു കൂടിയാണ്. പക്ഷേ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾ പുച്ഛത്തോടു കൂടി കളിയാക്കിയാണ് ചെയ്തത്. ജയിലിലേക്കുള്ള വഴിയാണ് ചോദിച്ചത് ആ മനുഷ്യൻ. എന്തിനു വേണ്ടിയാണ് നമുക്കറിയാം. പക്ഷേ ഒരു വൃദ്ധൻ രാവിലെ തന്നെ വഴി ചോദിക്കുന്ന സമയത്ത് പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. അതല്ലായിരുന്നു അവിടെ കണ്ടത്. കളിയാക്കലുകളും പുച്ഛവുമാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്, കാരണവരെ കട്ടാൽ മതി, നിങ്ങൾക്ക് ജയിലിൽ എത്തിച്ചേരാമെന്ന് പറയുന്നത്. ഗ്രാമത്തിന്റെ വിശുദ്ധി ഒരിക്കലും നഗരത്തിനുണ്ടായിരിക്കില്ല എന്നുകൂടി OV വിജയൻ ഇവിടെ പറയാതെ പറയുന്നുണ്ട്. അപരിചിതരുടെ സ്വരങ്ങൾ വെള്ളായപ്പന്റെ കഴുത്തിനു ചുറ്റും പിരിഞ്ഞു മുറുകി. വെള്ളായപ്പന് ശ്വാസം മുട്ടി. അങ്ങനെ വെള്ളായപ്പന് അവസാനം ആരോ വഴി പറഞ്ഞു കൊടുക്കുകയാണ് ജയിലിലേക്കുള്ളത്. വെള്ളായപ്പൻ നടന്നു. കാക്കക്കരച്ചിലോടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു. എന്ത് ഭംഗിയുള്ള എഴുത്താണെന്ന് നോക്കുക. കാക്കക്കരച്ചിലോടുകൂടി. ആദ്യമേ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നത് കാക്കകളാണെന്നറിയാം. അങ്ങനെ പ്രഭാതം പൊട്ടിവിടർന്നു കഴിഞ്ഞിരിക്കുന്നു. ജയിലിന്റെ പടിക്കൽ പാറാവുകാരൻ വെള്ളായപ്പനെ തടഞ്ഞു. എങ്ങട്ടായി രാവിലെ? ജയിലിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ പാറാവുകാരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ തടഞ്ഞു വെച്ചിട്ട് ചോദിക്കുന്നു, എങ്ങോട്ടാണ് ഈ രാവിലെ തന്നെയെന്ന്. വെള്ളായപ്പൻ വെങ്ങി. ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരന്റെ മുന്നിൽ നിന്നു. എന്നിട്ട് പതുക്കെ മുണ്ടിന്റെ കോന്തലയഴിച്ച് മഞ്ഞ നിറത്തിലുള്ള കടലാസ് പുറത്തെടുത്തു. കടലാസ് ചുരുണ്ട് അലങ്കോലമായിരുന്നു. ഈ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഇങ്ങനെ തടയുന്ന സമയത്ത്, പാറാവുകാരൻ തടയുന്ന സമയത്ത് വെള്ളായപ്പൻ മുണ്ടിന്റെ കോന്താല അഴിച്ചുകൊണ്ട് ഒരു കടലാസ് പുറത്തെടുക്കുകയാണ്. അതാകെ ചുളുങ്ങിക്കൂടി അലങ്കോലമായി കഴിഞ്ഞിരിക്കുന്നു. എന്താ അത്? പാറാവുകാരൻ ചോദിച്ചു. വെള്ളായപ്പൻ കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു. പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല. വെള്ളായപ്പൻ പറഞ്ഞു, എൻ്റെ കുട്ടി ഇവിടെയുണ്ട്. ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത്? പാറാവുകാരൻ പരുക്കനായി പറഞ്ഞു. ആപ്പീസ് തുറക്കട്ടെ. രാവിലെ തന്നെ ഇങ്ങനെ ഒരാൾ വയസ്സൻ വന്ന് കയറുന്ന സമയത്ത് ഈ ഒരു പാറാവുകാരന് വല്ലാതെ ഒരു ദേഷ്യം തോന്നി. വളരെ റഫായിട്ട് തന്നെ, വളരെ പരുക്കൻ സ്വരത്തോടു കൂടിയാണ് അയാൾ സംസാരിച്ചത്. ആപ്പീസ് തുറക്കട്ടെ, സമയമാകും, നിങ്ങൾ അവിടെ ഇരിക്കൂ എന്നുള്ള ഭാഷയാണ് അയാൾ പറഞ്ഞത്. ഏതോ ശീലത്തിന്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി. പാറാവുകാരന്റെ മുഖം പൊടുന്നനെ കനിവുറ്റതായി. നാളെയാണല്ലേ? പാറാവുകാരൻ പറഞ്ഞു. എനിക്ക് പിടിയില്ല, വെള്ളായപ്പൻ പറഞ്ഞു. കടലാസില് എന്താണ് എഴുതി കിടക്കണതെന്ന് ആവോ? അപ്പോ ഏതോ ശീലത്തിന്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പേരെ അയാൾ ദിനം പ്രതി കാണുന്നുണ്ട് പാറാവുകാരൻ. അങ്ങനെ ഒരു ശീലം എന്നോളം ആ കടലാസിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് അറിയാനായിട്ട് അയാൾ ആ പേപ്പർ തിരിച്ചു നോക്കിയാണ്. ആദ്യം പരുക്കനായി സംസാരിച്ച ആ മനുഷ്യൻ ആ പേപ്പറിലെ വാചകങ്ങൾ കണ്ട് ഞെട്ടിപ്പോകുന്നു. പിന്നീട് വളരെ കനിവോടു കൂടിയാണ് വെള്ളായപ്പനോട് പെരുമാറുന്നത്. നാളെയാണല്ലേ എന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ നാളെയാണല്ലേ നിങ്ങളുടെ മകനെ തൂക്കിലേറ്റുന്നതെന്ന്. എനിക്കറിയില്ല അതിൽ എന്താ എഴുതിയിരിക്കുന്നത്, എനിക്ക് അങ്ങനെ വായിക്കാനൊന്നും അറിയില്ല എന്ന് അയാൾ പറയുകയാണ് മറുപടി. പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിച്ചു. അതെ, നാളെ രാവിലെ 5 മണിക്ക് അയാൾ പറഞ്ഞു. വെള്ളായപ്പന്റെ കണ്ണുകൾ വിടർന്നു. അവയിൽ അന്താളിപ്പ് നിറഞ്ഞു.
തന്നെ വെള്ളായപ്പൻ പറഞ്ഞു, നാളെ രാവിലെ 5 മണിക്കാണ് തൂക്കിലേറ്റുന്നത്. കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഇനി തൻ്റെ മകന് ആയുസുള്ളതെന്ന് അയാൾ മനസ്സിലാക്കിയാണ്. കാർന്നോർ ഇവിടെ ഇരിക്കൂ. ഓ, ജയിലിന്റെ ഉമ്മറത്തെ ചാരുപടിയിൽ വെള്ളായപ്പൻ ഇരുന്നു. ജയിലിന്റെ മുൻവശത്തെ ഒരു ചാരുപടിയിൽ ആ മനുഷ്യൻ ഇരിക്കുകയാണ്. അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ. അമ്പലത്തിലെ നട തുറക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലേ? ഒരുപാട് ആഗ്രഹത്തോടു കൂടിയാണ് ഭക്തര് ആ നട തുറക്കുന്നത് കാണാനായിട്ട് കാത്തിരിക്കുന്നത്. അതുപോലെ അവസാനമായിട്ട് തൻ്റെ മകനെ ഒരു നോക്ക് കാണാനായിട്ട് ഈ മനുഷ്യൻ അവിടെ കാത്തിരിക്കുകയാണ്. കാർന്നോർക്ക് ചായയോ മറ്റോ വേണോ? വേണ്ട, എൻ്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല. ഉറങ്ങാതെ ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ്സ് വരുന്നത് എങ്ങനെ? വെള്ളായപ്പൻ്റെ കൈപ്പടം പൊതിച്ചോറിൽ അമർന്നു. ചായ വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് വേണ്ട എന്നാണ് അയാൾ മറുപടി പറഞ്ഞത്. കാരണം എൻ്റെ മകൻ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഉറങ്ങാതെ ഉണർന്നെഴുന്നേൽക്കാതെ എങ്ങനെയാണ് ചായ കുടിക്കുക? അവൻ കുടിക്കാത്ത ചായ എനിക്കും വേണ്ട എന്ന് പറയുന്നു ആ മനുഷ്യൻ. വെള്ളായപ്പൻ്റെ കൈപ്പടം പൊതിച്ചോറിൽ അമർന്നിരിക്കുകയാണ്. മൂകസാക്ഷിയായിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് കോടച്ചി പൊതിഞ്ഞു കെട്ടിയ പൊതിച്ചോറ് അവിടെ നിൽക്കുന്നു. മകനെ, ഈ പൊതിച്ചോറ് നിന്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ്. യാത്രയിൽ ഞാൻ അത് കഴിക്കാതെ ഇവിടം വരെ എത്തിച്ചു. ഇനി നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഇതു മാത്രമേ ഉള്ളൂ. തുവർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്ന പാഥേയം പുളിച്ചു. പാഥേയം എന്ന് പറഞ്ഞാൽ പൊതിച്ചോറാണ്. പൊതിച്ചോറ് ഒരുപാട് മണിക്കൂറുകളായി കെട്ടിവച്ചിട്ട് അത് തനിക്ക് കഴിക്കാനായിട്ട് കഴിയുന്നില്ല. അവസാനമായിട്ട് തൻ്റെ മകന് കൊടുക്കാൻ ഇത് മാത്രമുള്ളൂ എന്ന് ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്. പക്ഷേ ആ പാഥേയം പയ്യെ പയ്യെ പുളിച്ചു തുടങ്ങിയിരുന്നു, വളിച്ചു തുടങ്ങിയിരുന്നു. നേരം പതുക്കെ പതുക്കെ വെളുത്തു. നേരം പതുക്കെ പതുക്കെ കനച്ചു. പയ്യെ നേരം വെളുത്തു. പിന്നീട് സമയം പോയിക്കൊണ്ടേയിരുന്നു. ആപ്പീസ് തുറന്നു. ആളുകൾ മേശകൾക്ക് പിറകിൽ സ്ഥലം പിടിച്ചു. പാറാവുകാർ കവാത്ത് നടത്തി. പാറാവുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആപ്പീസ് തുറക്കാനായിട്ട് തുടങ്ങി. ആളുകളെല്ലാം തന്നെ അവിടെ കൂടിക്കഴിഞ്ഞിരിക്കുന്നു. തടവറ സജീവമായി. മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു. മേധാവികൾ ഉത്തരവിടുന്നു. ഉത്തരവിടുകളുടെ അപരിചിത സ്വരങ്ങൾ, വിദ്വേഷവും നിന്ദയും പകയുമില്ലാത്ത കുരുക്കുകൾ അവ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നു. വെയിലിന് ചൂട് കൂടുന്നു. അവിടെ മേധാവികൾ ഉത്തരവിടുന്നതും അങ്ങനെ അപരിചിതരുടെ സംസാരങ്ങൾ പിന്നെയും അദ്ദേഹത്തിന് വല്ലാതൊരു അസ്വാരസ്യമുണ്ടാക്കിയാണ്. ഇവിടെ കാത്തിരിക്കൂ. വെള്ളായപ്പൻ കാത്തിരിക്കുന്നു. നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു പാറാവുകാരൻ വെള്ളായപ്പനെ തടവറയുടെ ഉള്ളുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വെയിലിന്റെ ചൂടറിയാത്ത തണുത്ത ഇടനാഴികൾ. അത്രയും ഒരു കൂരിരുട്ട് നിറഞ്ഞ വഴിയിലൂടെ ലോകം മുഴുവൻ ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക്, തടവറയുടെ അകത്തളങ്ങളിലേക്ക് തൻ്റെ മകനെ കാണാനായിട്ട് വെള്ളായപ്പൻ പയ്യെ സഞ്ചരിക്കുകയാണ്. ഇതാ ഇവിടെയാണ് ഇരുമ്പഴികൾക്ക് പിന്നിൽ കണ്ടുണ്ണി നിന്നു. അങ്ങനെ ഒരു പോലീസുകാരൻ ഈ മനുഷ്യനെ കണ്ടുണ്ണിയുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. അവസാനമായിട്ട് കണ്ടുണ്ണിയെ വെള്ളായപ്പൻ കാണുന്നു. അപരിചിതനെ പോലെ കണ്ടുണ്ണി വെള്ളായപ്പനെ നോക്കി. സാന്ത്വനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാനാവാത്ത മനസ്സിന്റെ മറ. പാറാവുകാരൻ അഴിവാതിൽ തുറന്ന് വെള്ളായപ്പനെ അകത്തു പ്രവേശിപ്പിച്ചു. അച്ഛനും മകനും നേരോട് നേരായി തെല്ലിട നേരെ നിന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അകത്തിങ്ങനെ കണ്ട് നേരോട് നേരെ നിന്ന് സംസാരിക്കുകയാണ്. കൂടുതൽ സംസാരിക്കാനായിട്ട് ഒന്നും കഴിയുന്നില്ല. കാരണം അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. ശരിക്കും ഒരു അപരിചിതനെ പോലെ തന്നെയാണ് കണ്ടുണ്ണി നിന്നത്. സാന്ത്വനം കൊടുക്കാനോ വാങ്ങാനോ കഴിയുന്നില്ല. എന്തു പറഞ്ഞാണ് ആ അച്ഛൻ മകനെ ആശ്വസിപ്പിക്കുക? എന്തു പറഞ്ഞാണ് ആ മകൻ അച്ഛനെ ആശ്വസിപ്പിക്കേണ്ടത്? കാരണം അയാളുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. കുറച്ചു മണിക്കൂറുകൾ മാത്രമാണ് അയാൾക്ക് ബാക്കിയുള്ളത്. അത് അച്ഛനും മകനും കൃത്യമായിട്ട് തന്നെ അറിയാം. ഇനി തൻ്റെ ജീവിതം തീരാനായിട്ട് പോവുകയാണ്. ഇനി ഒരിക്കലും തനിക്കൊരു തിരിച്ചുവരവുണ്ടാകില്ല. പാഴുതറ എന്ന ഗ്രാമത്തിലേക്ക് തനിക്ക് പോകാനായിട്ട് കഴിയില്ല. അച്ഛനെയും അമ്മയെയും ഒന്ന് കാണാനായിട്ട് കഴിയില്ല എന്നുള്ള ചിന്തയെല്ലാം തന്നെ കണ്ടുണ്ണിയുടെ മനസ്സിലൊരു വിഹ്വലതയായിട്ട്, വേദനയായിട്ട് നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ അച്ഛനും മകനും ഒന്നും മിണ്ടാൻ കഴിയാതെ മൗനത്തിൽ നിൽക്കുകയാണ്. വെള്ളായപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു. കണ്ടുണ്ണി ശ്രവണത്തിനപ്പുറത്തുള്ള ഒരു സ്ഥായിയിൽ നിലവിളിച്ചു. എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കഴിയാത്ത രീതിയിൽ ഉള്ളിൽ നിന്ന് ഒരു വിങ്ങിപ്പൊട്ടൽ കണ്ടുണ്ണിയുടെ ഭാഗത്തു നിന്നുണ്ടായി. വെള്ളായപ്പൻ കരഞ്ഞു വിളിച്ചു, മകനെ. കണ്ടുണ്ണി മറുവിളി വിളിച്ചു, അപ്പ. 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയിൽ ദുഃഖത്തിൽ, മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി. അച്ഛൻ, മകൻ, ഈ 2 വാക്കുകളാണ് അവിടെ ഉണ്ടായത്. അതിൽ നിന്ന് ഒരുപാട് അർത്ഥങ്ങൾ കാണാൻ കഴിഞ്ഞു. ദുഃഖത്തിൻ്റെ, അതുപോലെ തന്നെ ആ ഒരു സ്നേഹത്തിൻ്റെ അർത്ഥതലങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. മകനെ, നീ എന്ത് ചെയ്തു? എനിക്ക് ഓർമ്മയില്ല അപ്പ.
മകനെ, നീ കൊലപാതകം നടത്തിയോ? എനിക്ക് ഓർമ്മയില്ല. സാരമില്ല മകനെ, ഇനിയൊന്നും ഓർമ്മിക്കേണ്ടതില്ല. കണ്ടുണ്ണിയോട് അപ്പൻ ചോദിക്കുകയാണ്, നീ കൊലപാതകം നടത്തിയോ? നീ എന്ത് തെറ്റാണ് ചെയ്തത്? എനിക്കൊന്നും ഓർമ്മയില്ല എന്നാണ് ആ മകൻ പറഞ്ഞത്. അവൻ്റെ മനസ്സാകെ മരവിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, മരണം കാത്തു കിടക്കുകയാണ്. തൊട്ടടുത്ത ദിവസം താൻ മരിക്കുമെന്ന് അയാൾക്ക് ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരുവന്റെ മനസ്സിൽ എന്ത് ചിന്തയായിരിക്കാം ഉണ്ടാകുന്നത്? പാറാവുകാർ ഓർമ്മിക്കുമോ? ഇല്ല മകനെ. അപ്പൻ എൻ്റെ വേദന ഓർമ്മിക്കുമോ? ഉച്ചസ്ഥായിലുള്ള നിശബ്ദമായ നിലവിളി, അപ്പാ എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ. പറയുകയാണ്, നിസ്സഹായനായിട്ട് ആ മകൻ പറയുകയാണ്, അവന് മരിക്കണമെന്ന് ഒരു ആഗ്രഹവുമില്ല എല്ലാവരെയും പോലെ. അവസാനമായിട്ട് അവൻ അപ്പനോട് വിളിച്ചു പറയാണ്, എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ എന്ന്. ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ജയിൽ പുള്ളികളെ തൂക്കിലേറ്റാനായിട്ട് പോകുന്ന വിധിക്കപ്പെട്ട ഒരുവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. സതയം എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ രംഗങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുകൂടി ഇപ്പോൾ ഓർത്തു പോവുകയാണ്. 2 വാക്കുകൾക്കിടയ്ക്ക് ഈ വിനിമയം അത്രയും. കാർന്നോരെ പുറത്തു വരൂ, സമയം കഴിഞ്ഞു. ആ സമയത്ത് പാറാവുകാരൻ പിന്നെയും പറയുകയാണ് വെള്ളായപ്പനോട്, കാർന്നോരെ പുറത്തു വരൂ, സന്ദർശന സമയം കഴിഞ്ഞിരിക്കുന്നു. വെള്ളായപ്പൻ പുറത്തു വരുന്നു. അയാൾക്ക് പിന്നിൽ ഇരുമ്പഴി വാതിൽ അടയുന്നു. നീങ്ങുന്ന തീവണ്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കും പോലെ ഇരുമ്പഴിയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അപരിചിതനായി കണ്ടുണ്ണി നിൽക്കുകയാണ്. അപ്പൻ പോകുന്നത് നോക്കിക്കൊണ്ട് ജയിലിന്റെ അഴിക്കുള്ളിലൂടെ അകത്തു നിന്ന് കണ്ടുണ്ണി ഇങ്ങനെ കാഴ്ചകൾ കാണുന്നു. അവസാനത്തെ തിരിഞ്ഞു നോട്ടത്തിന്റെ ശ്രദ്ധാഞ്ജലിയോടെ വെള്ളായപ്പൻ നടന്നകന്നു. ആ തിരിഞ്ഞു നോട്ടത്തെ ശ്രദ്ധാഞ്ജലിയായിട്ടാണ് ഇവിടെ എഴുത്തുകാരൻ കണക്കാക്കുന്നത്. ഇനി ഒരിക്കലും ആ അച്ഛന് തൻ്റെ മകനെ കാണാൻ കഴിയില്ല, ആ മകന് തൻ്റെ അച്ഛനെയും. ജയിലിന്റെ പരിസരങ്ങളിൽ വെള്ളായപ്പൻ അങ്ങുമിങ്ങുമായി കാത്തുകിടന്നു. സൂര്യൻ ഉച്ചയിലെത്തി, ഉച്ചയായി കഴിഞ്ഞിരിക്കുന്നു, നേരം താണു. ഈ രാത്രിയിൽ കണ്ടുണ്ണി ഉറങ്ങുമോ? രാത്രി പിന്നിടുന്നു, മതിലുകൾക്കകത്ത് കണ്ടുണ്ണി ജീവിക്കുന്നു. സമയം പിന്നെയും പോയി, ഉച്ചയായി, സായാഹ്നമായി, രാത്രിയായി. തൻ്റെ അടുത്ത് കാണുന്ന ആ മതിലിന്റെ അകത്തളങ്ങളിൽ കണ്ടുണ്ണി ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പുലർച്ചയ്ക്ക് മുമ്പ് കൊമ്പുവിളികൾ മുഴങ്ങുന്നത് വെള്ളായപ്പൻ കേട്ടു. അത് വധശിക്ഷയുടെ ചടങ്ങാണെന്ന് വെള്ളായപ്പൻ അറിഞ്ഞിരുന്നില്ല. നേരം വെളുത്തു, കൃത്യം 5 മണിയായി. നേരത്തെ പാറാവുകാരൻ പറഞ്ഞതുപോലെ ആ പേപ്പറിൽ എഴുതിയതുപോലെ വധശിക്ഷയായി കഴിഞ്ഞിരിക്കുന്നു. കൃത്യം 5 മണിക്ക് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയാണ്. കൊമ്പുവിളികൾ മുഴങ്ങുന്നു, ശബ്ദ കോലാഹലങ്ങളാകുന്നു. അത് വധശിക്ഷയുടെ ചടങ്ങാണെന്ന് ആ പാവം മനുഷ്യന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. രാവിലെ 5 മണിക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു. കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകന്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളായപ്പൻ സമയമറിഞ്ഞു. മികച്ച ഒരു കർഷകൻ കൂടിയാണ്. പ്രകൃതിയുടെ മണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞൊരു കർഷകൻ കൂടിയാണ് വെള്ളായപ്പൻ. അതുകൊണ്ട് തന്നെ വാച്ചോ ഘടികാരമോ ഒന്നുമില്ലാതെ തന്നെ സമയം 5 ആയെന്നും തൻ്റെ മകന്റെ വിധി ആയി കഴിഞ്ഞുവെന്നും അയാൾക്ക് ബോധ്യപ്പെടുകയാണ്. ഒരു പേറ്റീച്ചിയെ പോലെ തൻ്റെ മകന്റെ ദേഹത്തെ വെള്ളായപ്പൻ പാറാവുകാരിൽ നിന്ന് ഏറ്റുവാങ്ങി. പേറ്റിച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റാട്ടി. അതായത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് വയറ്റാട്ടിയാണ് ആദ്യം ഏറ്റുവാങ്ങുന്നത്. അതുപോലെ തന്നെ തൻ്റെ മകന്റെ ദേഹം വെള്ളായപ്പൻ പാറാവുകാരിൽ നിന്ന് വാങ്ങി. തനിക്കൊരു മകൻ ഉണ്ടാവണമെന്ന് അയാൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്. അതിനുശേഷം ആദ്യമായിട്ട് ഒരു മകനെ തൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ, ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോൾ അയാൾ ഏറെ സന്തോഷിച്ചതാണ്. ആ മകനെയാണ് ഒരു വയറ്റാട്ടി എന്നോണം എടുത്ത് അയാൾക്ക് പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. കാരണം അവർക്ക് താല്പര്യമുള്ള പോലെ ശവം സംസ്കരിക്കാം. വേണ്ട, എനിക്ക് താല്പര്യമില്ല, ശവത്തിന്റെ ചുമതല നിങ്ങൾ ഏൽക്കുന്നില്ലേ യജമാനന്മാരെ, എൻ്റെ കയ്യിൽ പണമില്ല. കാരണം അവർക്ക് താല്പര്യമുള്ളതുപോലെ ശവം സംസ്കരിക്കാമെന്നാണ് ജയിൽ അധികൃതർ പറഞ്ഞത്. പക്ഷേ എനിക്ക് താല്പര്യമില്ല, കാരണം എൻ്റെ കയ്യിൽ പണമില്ല എന്നാണ് വെള്ളായപ്പൻ പറഞ്ഞത്. തൻ്റെ മകൻ്റെ ശവസംസ്കാര ചടങ്ങ് പോലും ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് ആ പാവം മനുഷ്യന് കഴിയുന്നില്ല. വല്ലാതെ വിങ്ങിപ്പൊട്ടലുകളോടുകൂടി തൻ്റെ മകന്റെ ദേഹം അയാൾ ഏറ്റുവാങ്ങി നിൽക്കുകയാണ്. ഉന്തുവണ്ടിയുടെ പിറകെ തോട്ടികളുടെ കൂടെ വെള്ളായപ്പൻ നടന്നു. പട്ടണത്തിന് പുറത്തുള്ള വെളിനിലകൾക്ക് മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറന്നു. ഒരു ഉന്തുവണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. കൂടെയുള്ളത് തോട്ടികളാണ്. തോട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയുള്ള വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന, ശവം സംസ്കരിക്കുന്ന ആളുകൾ. അവരോടൊപ്പം അയാൾ ഇങ്ങനെ പോവുകയാണ്. മണ്ണ് മൂടുന്നതിന് മുമ്പ് കണ്ടുണ്ണിയുടെ മുഖം വെള്ളായപ്പൻ ഒരു നോക്ക് കണ്ടു. ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു. മണ്ണിട്ട് മൂടുകയാണ്. ശവസംസ്കാരങ്ങളൊന്നും തന്നെയില്ല. ഒരു തരത്തിലുള്ള ഒരു ചടങ്ങുകളുമില്ലാതെ വെറുതെ ആ മകനെ, ആ മനുഷ്യനെ കുഴിച്ചിടുകയാണ്. അവസാനമായിട്ട് മണ്ണിട്ട് മൂടുന്നതിന് മുമ്പ് അവൻ്റെ തലയിലൊന്ന് അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ അനുഗ്രഹിക്കുകയാണ്. വെള്ളായപ്പൻ വെയിലത്ത് അലഞ്ഞു നടന്ന് കടൽപ്പുറത്തെത്തി. ആദ്യമായി കടൽ കാണുകയാണ്. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു.
ചങ്ക് പൊട്ടുന്ന വേദനയോടുകൂടി ആ മനുഷ്യൻ ആ മൃതദേഹത്തിന്റെ ആ ഒരു ചടങ്ങുകൾക്ക് ശേഷം അല്ലെങ്കിൽ സംസ്കരിച്ചതിന് ശേഷം മണ്ണിട്ട് മൂടിയതിനു ശേഷം കടപ്പുറത്തേക്ക് എത്തുകയാണ്. വെള്ളായപ്പൻ വെയിലത്ത് അലഞ്ഞു നടന്ന് കടൽപ്പുറത്തെത്തി ആദ്യമായി കടൽ കാണുകയാണ്. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു. ആദ്യമായിട്ടാണ് ആ മനുഷ്യൻ കടൽ കാണുന്നത്. കടലിന് ഇവിടെ സാക്ഷിയാക്കുന്നതിനൊരു കാരണം കൂടിയുണ്ട് OV വിജയൻ. കടൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും മൂകസാക്ഷിയാണ്. അതുപോലെ തന്നെ എല്ലാ വേസ്റ്റുകളും കടലിൽ ഒഴുകുന്നു, അത് തിരിച്ചു നൽകുന്നു. ഇവിടെ ഒരു കഥാപാത്രമായിട്ടും കടൽ മാറുകയാണ് വെള്ളായപ്പന്റെ സങ്കടത്തിന് നേർ സാക്ഷിയായിട്ട്. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു എന്നുള്ളത് എന്തായിരിക്കാം? അത് കോടച്ച് കൊടുത്തുവിട്ട് ആ പൊതിച്ചോറാണ്. വെള്ളായപ്പൻ പൊതിയഴിച്ചു. വെള്ളായപ്പൻ അന്നം നിലത്തേക്ക് എറിഞ്ഞു. വെയിലിന്റെ മുകൾ തട്ടിൽ എവിടെ നിന്നോ ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു. പോകുന്ന വഴിയിൽ കഴിക്കാനായിട്ട് കോടച്ച് കെട്ടി തന്ന ആ പൊതിച്ചോറ് ബലിച്ചോറായിട്ട് മാറുകയാണ്. തൻ്റെ മകനെ ഒരു സ്മരണാഞ്ജലി എന്നുള്ള രീതിയിൽ ബലിച്ചോറ് അർപ്പിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. സാധാരണഗതിയിൽ ശരിക്കും നേരെ തിരിച്ചാണ് സംഭവിക്കേണ്ടത്. ഒരു പിതാവിന്റെ ശവസംസ്കാര ചടങ്ങാണ് മകൻ നടത്താറുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖമായിട്ടുള്ള പുത്ര ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു ഇവിടെ വെള്ളായപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്. സ്വന്തം അമ്മ കെട്ടിക്കൊടുത്ത് അല്ലെങ്കിൽ സ്വന്തം ഭാര്യ കെട്ടിക്കൊടുത്ത് ആ പൊതിച്ചോറ് പിന്നീട് മകന് നൽകാൻ കഴിയാതെ അത് അവന്റെ മരണത്തിന് ശേഷം ബലിച്ചോറായി മാറുന്ന ഒരു കാഴ്ചയും ഇവിടെ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കടൽ തീരത്തെന്ന് പറഞ്ഞ ഒരു പേര് അന്വർത്ഥമാകുന്നത്. കടൽ ഒരു സാക്ഷിയായിട്ട് പൊതിച്ചോറ് ബലിച്ചോറായിട്ട് മാറിയിട്ട് ഒരു അച്ഛൻ തൻ്റെ മകന്റെ ശവസംസ്കാര ചടങ്ങ് അറിയാതെ തന്നെ നടത്തുന്ന ഒരു കാഴ്ച. കോടച്ച് നൽകിയ പൊതിച്ചോറ് ഒരു ബലി തർപ്പണം എന്നോണമാണ് ആ കടലിന് പരിസരത്തേക്ക് വെള്ളായപ്പൻ വിതറുന്നത്. അത് കൊത്തി തിന്നാനായിട്ട് ബലിക്കാക്കകൾ വട്ടം കൂടുകയും ചെയ്യുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങൾ തെളിഞ്ഞു കാണുന്ന ഒരു കഥയാണിത്. ഒരു അച്ഛൻ മകൻ, ഒരു ബന്ധം, അതുപോലെ തന്നെ നഷ്ടപ്പെടലിന്റെ വേദന, ഇതെല്ലാം തന്നെ അവിടെ തെളിഞ്ഞു കാണാം. ഇവിടെ മരണം ഒരു കഥാപാത്രമായിട്ട് വരികയാണ്. അതുപോലെ തന്നെ പൊതിച്ചോറിന് കഥയിൽ സവിശേഷ പ്രാധാന്യവുമുണ്ട്. പൊതിച്ചോറ് ഇതിനെല്ലാം തന്നെ മൂകസാക്ഷിയായിട്ട് മാറുന്ന ഒരു കാഴ്ച കാണാം. പോകുന്ന വഴിയിലെല്ലാം തന്നെ പൊതിച്ചോറിന് കണ്ടുണ്ണിയുടെയും വെള്ളായപ്പൻ്റെയും വേദനകൾ തിരിച്ചറിയാൻ കഴിയുന്നു. വെള്ളായപ്പൻ്റെ മനസ്സിൻ്റെ വിഹുലതകൾ തിരിച്ചറിയാൻ കഴിയുന്നു. അതുപോലെ തന്നെ കടൽ തീരത്തെന്നുള്ള ശീർഷകവും ഇതിന് വളരെ ചേരുന്നത് തന്നെയാണ്. അവസാനമായിട്ട് കടൽ തീരത്താണ് വെള്ളായപ്പൻ എത്തുന്നത്. തൻ്റെ മകൻ്റെ ആ ഒരു പൊതിച്ചോറ് ബലിച്ചോറാകുന്ന ഒരു കാഴ്ച കൂടി കടൽ സമ്മാനിക്കുന്നുണ്ട്. ഒട്ടനവധി വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ പ്രേക്ഷകന്റെ അനുവാചകന്റെ കണ്ണ് നനയിക്കുന്ന രീതിയിൽ തന്നെയാണ് OV വിജയൻ ഈ കൃതി രചിച്ചിരിക്കുന്നത്. എല്ലാ രീതിയിലും മനുഷ്യനെ മനസ്സിനെ സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്ത് തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, കഥാസന്ദർഭങ്ങൾ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ഇവിടെ പറഞ്ഞു തന്നിരുന്നു. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എക്സാം പോയിന്റിന്റെ ഗൈഡ് നോക്കാവുന്നതാണ്. അതിൽ പാഠത്തിന്റെ ആശയവും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറും എല്ലാം തന്നെ കിടക്കുന്നു. പാഠം ഒരിക്കൽ കൂടി നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. താങ്ക് യു. ഗുഡ് ബൈ.